ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. പൊങ്കലിനൊക്കെ മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. പൊങ്കൽ വ്ളോഗൊക്കെ നെക്സ്റ്റ് വീക്ക് ആയിരിക്കുള്ളൂ വരുന്നത്. അപ്പോൾ എന്തായാലും അതിന് മുന്നേ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ള ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറേ നാൾ മുന്നേ, ഒരു മാസത്തിന് മുന്നേ ഒരു Q&A വീഡിയോ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. നമ്മളോട് നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള നിവേദയാണ് പറഞ്ഞത് ചേച്ചി ഒരു Q&A വീഡിയോ ചെയ്യുമെന്ന്. അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ എന്തായാലും ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. അപ്പോൾ കുറച്ച് കമൻസാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഓരോരുത്തരും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഞാൻ എന്തായാലും പറയാം. അപ്പോൾ ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് നമ്മുടെ Q&A സെക്ഷനിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിരിക്കും. നിങ്ങൾക്ക് ഏകദേശം അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ എന്തായാലും ആദ്യമേ തന്നെ ഞാൻ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പറയുന്നുണ്ട്. കാരണം ഞാൻ ആ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിലും വളരെ ചുരുക്കം പേരാണ് നമുക്ക് കമൻറ്റ് ഇട്ടിട്ടുള്ളത്. എന്നാലും അത്രയും സമയം എടുത്തിട്ട് നിങ്ങൾ എന്നോട് ഇത്രയൊക്കെ ചോദിച്ചില്ലേ. അപ്പോൾ എന്തായാലും അവരോടൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇനി ഞാൻ മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസേഴ്സ്, അതായത് ഓരോ കമൻസിനും ഞാൻ മറുപടി അടുത്തടുത്ത വീഡിയോയിൽ തന്നെ കൊടുത്തു പോയിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും Q&Aയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് എനിക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അഞ്ജു നായരാണ്. അത് പുള്ളിക്കാരി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഞാനും അവളും കൂടിയുള്ള ഒരു വ്ളോഗൊക്കെ മുന്നേ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ പുള്ളിക്കാരി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഞാൻ ഈ Q&A പോസ്റ്റ് ഇട്ടപ്പോൾ ആദ്യം എനിക്ക് വന്നിട്ടുള്ള കമൻറ്റ് അവളുടേതായിരുന്നു. എൻ്റെ എല്ലാ വീഡിയോസും കണ്ടിട്ട് സമയമെടുത്തിരുന്ന് കണ്ട് വിശദമായിട്ട് ഓരോ കമൻറ്റും അറിയിക്കാറുണ്ട്. കമൻറ്റ് അറിയിക്കുന്നതിന് പുറമേ തന്നെ എന്നെ പേഴ്സണലായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് ഓരോ വീഡിയോയിലും ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അപ്രീഷിയേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ എന്തെങ്കിലും മാറ്റാനുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തരികയൊക്കെ ചെയ്യുന്ന എൻ്റെ നല്ലൊരു സുഹൃത്താണ് കേട്ടോ. അപ്പോൾ അവളോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം അവളും കൂടി കാരണം കൊണ്ടാണ് നമ്മുടെ ചാനൽ ഇത്രയൊക്കെ വളർന്നിട്ടുള്ളത്. നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ക്രിട്ടിസൈസ് ചെയ്യുന്ന സമയത്താണല്ലോ നമുക്ക് കൂടുതലും മനസ്സിലാവുള്ളൂ. അത് നമ്മുടെ അടുത്ത സുഹൃത്താവുമ്പോൾ നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരികയും നമുക്കത് മുന്നോട്ട് കൂടുതലായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പോൾ പുള്ളിക്കാരിയെക്കുറിച്ച് ഞാൻ 2 വാക്ക് പറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും അവൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണിത്. എനിക്ക് ചോദിക്കാനുള്ളത്, ആതിര വീഡിയോസ് ചെയ്യുമ്പോൾ എത്രത്തോളം ഹാപ്പിയായി ചെയ്യാറുണ്ട്? ഒരു യൂട്യൂബർ എന്ന നിലയിൽ ലൈഫ് എങ്ങനെയൊക്കെ വ്യത്യസ്തമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്? അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യന്. ഞാൻ വീഡിയോസ് ചെയ്യുമ്പോൾ എത്രത്തോളം ഹാപ്പിയായിട്ട് ചെയ്യാറുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ശരിക്കും അതിൻ്റെ ആൻസർ അവൾക്കും അറിയാം, നിങ്ങൾ പലർക്കും അറിയാവുന്നുള്ള കാര്യമായിരിക്കും. ഞാൻ ഒരിക്കലും ഒരു വീഡിയോയും തട്ടിക്കൂട്ടിയിട്ട് കണ്ടൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നും അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ എൻ്റെ ആത്മാർത്ഥമായിട്ടും ഹാപ്പിയോടുകൂടിയും തന്നെയാണ് ഓരോ വീഡിയോയും ചെയ്യുന്നത്. അത്രത്തോളം ടൈം എടുത്തും ഡെഡിക്കേഷനോടും കൂടി തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോസ് എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ. അതായത് എനിക്കൊരു ക്രിയേറ്റർ ആവുക എന്നുള്ളത് എൻ്റെ ഒരു ഡ്രീമായിരുന്നു. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ നമ്മുടെ ചാനൽ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഓരോ വീഡിയോ ഇടുന്നത് കേട്ടോ. ഞാൻ എൻ്റെ പൂർണ്ണ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഓരോ വീഡിയോയും ചെയ്യുന്നത്. അപ്പോൾ അതിന് എത്രത്തോളം ഹാപ്പി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വാക്കുകളില്ല. എൻ്റെ മാക്സിമം എക്സ്ട്രീം ലെവൽ ഹാപ്പിനെസ്സോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ വീഡിയോയും ചെയ്യുന്നതും അതുപോലെ തന്നെ സംസാരിക്കുന്ന കാര്യമാണെങ്കിലൊക്കെ. പിന്നെ അടുത്ത് അവൾ തന്നെ ചോദിച്ചിട്ടുള്ളൊരു കാര്യം, ഒരു യൂട്യൂബർ എന്ന നിലയിൽ ലൈഫ് എങ്ങനെയൊക്കെ വ്യത്യസ്തമാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന്. ശരിക്കും ഞാനൊരു യൂട്യൂബർ ആണ് എന്ന് കരുതിയിട്ട് എൻ്റെ ലൈഫിന് ചേഞ്ചസ് കൊണ്ടുവരണമെന്നൊന്നും അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ട് കൂടിയില്ല കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് ഒരു ഈസി ഹോം മേക്കിംഗ് ബൈ ആതിര, ആ പേരിൽ തന്നെ ഉണ്ട്. ഹോം മേക്കിങ്ങായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് കണ്ടൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ യൂട്യൂബിന് വേണ്ടിയിട്ട് എനിക്ക് പ്രത്യേകിച്ച് വേറൊരു കാര്യങ്ങളൊന്നും വർക്കൗട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഒരു കണ്ടൻറ്റ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ വീട്ടിലുള്ള കാര്യങ്ങൾ, അതായത് ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യാതെ ഡെയിലി റുട്ടീൻസും കാര്യങ്ങളൊക്കെ ചെയ്തു പോകുക എന്നുള്ളതാണ്. അതിൽ വ്യത്യസ്തമാക്കാനായിട്ടൊന്നും ഞാനൊന്നും ശ്രമിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. മാക്സിമം നന്നായിട്ട് വീഡിയോസ് എടുക്കുക, നന്നായിട്ട് നിങ്ങളിലേക്ക് ഓരോ വീഡിയോയും എത്തിക്കുക, പിന്നെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക, ഇതൊക്കെ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ. അല്ലാതെ എൻ്റെ ലൈഫിൽ ഒരു ചേഞ്ചും വന്നിട്ടില്ല, ഇനി വരികയും ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇതാണ് അഞ്ജു ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷബാന മാഹിൻ എന്നാണ്. അങ്ങനെയാണെന്ന് തോന്നുന്നു. കറക്റ്റായിട്ടാണോ ഞാൻ സ്പെല്ല് ചെയ്തിട്ടുള്ളതെന്ന് അറിയത്തില്ല കേട്ടോ. ഷബാന മാഹിൻ. അപ്പോൾ പുള്ളിക്കാരി എന്നോട് ചോദിച്ചിട്ടുള്ളത്
തമിഴ്നാട് ഓർ കേരള വിച്ച് പ്ലേസ് യു ലവ് എന്നാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ആൻസർ മുന്നത്തെ വ്ളോഗിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ, പഴയ വ്ളോഗിൽ. പക്ഷേ എനിക്ക് തോന്നുന്നത് അന്ന് ഈ കുട്ടി നമ്മുടെ സബ്സ്ക്രൈബർ അല്ലായിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം തമിഴ്നാടാണ്, അതായത് ചെന്നൈയാണ് എനിക്കിഷ്ടം. നമ്മുടെ നാട്ടിൽ നിൽക്കാനും അവിടെ ജീവിക്കാനൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. എന്താണ് റീസൺ എന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. അത് ഞാൻ വളരെ വിശദമായിട്ടൊരു വീഡിയോ തന്നെ നമ്മൾ വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുള്ള കാര്യമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ ചെന്നൈയിൽ നിൽക്കാനാണ്, തമിഴ്നാട്ടിൽ നിൽക്കാനാണ്. എനിക്ക് തമിഴ് കൾച്ചറും കാര്യങ്ങളും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഇവിടെ വന്നിട്ട് ജീവിക്കണം. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴോ കടന്നുകൂടിയ ഒരു ചിന്തയാണ്. അപ്പം ഞാൻ 10th പഠിക്കുന്ന സമയത്തൊക്കെ ഇല്ലേ ഒരുപാട് തമിഴ് സിനിമയൊക്കെ കാണുമായിരുന്നു. എനിക്ക് തമിഴ് ഒട്ടും അറിയില്ല. അപ്പം ഞാനിങ്ങനെ +2 കഴിഞ്ഞിട്ട്, അതായത് കോളേജൊക്കെ ആയ ടൈമിൽ ഹോസ്റ്റലിൽ നിന്ന് വന്നിട്ട് ഞാനിങ്ങനെ വീക്കെൻഡ് ആകുമ്പോൾ വന്നിട്ട് KTVയിലാണ് തമിഴ് മൂവീസ് കാണുന്നത്. അപ്പോൾ അത് കണ്ട് എനിക്കിങ്ങനെ ഇവിടുത്തെ കൾച്ചറും കാര്യങ്ങളൊക്കെ ഭയങ്കര അങ്ങോട്ട് അഡിക്റ്റായിപ്പോയി. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. ഞാൻ പോലും അറിയാതെ എൻ്റെ മനസ്സിൽ എപ്പോഴോ കടന്നുകൂടിയൊരു ആഗ്രഹമാണ് എനിക്കും തമിഴ്നാട്ടിൽ പോയി ജീവിക്കണം, തമിഴ് കൾച്ചറിൽ ജീവിക്കണം എന്നൊക്കെ. പക്ഷേ എനിക്കിപ്പോഴും അതൊരു അത്ഭുതമായിട്ടാണ് നിൽക്കുന്നത്. എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇപ്പോൾ അതേ ഞാൻ ചെന്നൈയിലാണ് താമസിക്കുന്നത്. തമിഴ് കൾച്ചർ പൂർണ്ണമായിട്ടും എനിക്ക് അറിയില്ല എങ്കിലും എന്നെക്കൊണ്ട് അറിയാവുന്ന പോലെ ഞാൻ ആഗ്രഹിച്ചതിൻ്റെ അതേ അളവിൽ തന്നെ എനിക്ക് ഇവിടെ ജീവിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് തമിഴ്നാട് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് കരുതി കേരളം ഒട്ടും ഇഷ്ടമില്ല എന്നല്ല, പക്ഷേ എന്തോ എനിക്ക് കേരളത്തെക്കാളും നാട്ടിലത്തെക്കാളും നിൽക്കാൻ എനിക്കിഷ്ടം തമിഴ്നാടാണ് കേട്ടോ. ഷബാന. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മോം ഓഫ് ട്വിന്നീസ് ആണ്. പുള്ളിക്കാരിയുടെ പേര് ഐശ്വര്യ എന്നാണ്. എൻ്റെ ഒരു നല്ല സുഹൃത്തും കൂടിയാണ്. അപ്പോൾ എന്നെ ആദ്യത്തെ ചാനൽ തൊട്ടേ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതാണ് പുള്ളിക്കാരി. ഭയങ്കര നല്ല രീതിയിൽ എൻകറേജ് ചെയ്യുകയും അതുപോലെ തന്നെ ഓരോ വീഡിയോസ് ഇടുമ്പോഴും എന്താ ഇടാത്തതെന്നൊക്കെ ചോദിക്കുന്ന ആളുകളിൽ ഒരാളാണ്. അപ്പോൾ ഐശ്വര്യയാണ് ചോദിച്ചിട്ടുള്ളത്, എങ്ങനെയാടാ എപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുന്നത്? പ്രോബ്ലംസും ടഫ് ആൻഡ് സിറ്റുവേഷൻസൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്യാറ്? പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, വീട്ടിലെ എല്ലാ കാര്യങ്ങളും കൺസിസ്റ്റൻ്റായി ചെയ്യാൻ പറ്റാറുണ്ടോ? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്, ഞാൻ എങ്ങനെയാണ് എപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുന്നത്, പ്രോബ്ലംസും ടഫ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാൻ എപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ടല്ല കേട്ടോ ഇരിക്കുന്നത്. അതായത് അല്ലായിരുന്നു മുന്നേയൊക്കെ, അതായത് ഒരു 2 വർഷം മുന്നേ വരെ ചെറിയ കാര്യങ്ങൾ വരുമ്പോഴും തളർന്നു പോവുകയും അതുപോലെ തന്നെ പെട്ടെന്ന് സങ്കടം വരികയും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഇരുന്ന് കരയുന്ന ഒരാളായിരുന്നു ഞാൻ. പിന്നെ ഭയങ്കര ഒരു നെഗറ്റീവ് തോട്ട്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് കുറേ നാൾക്ക് മുന്നേ വരെ. അപ്പോൾ ആമയുടെ ഈ ഒരു ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ എനിക്ക് പോയിട്ടുണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഇല്ലേ ആ ഒരു ടൈമിലൊക്കെ. പിന്നെ എപ്പോഴാണെന്ന് അറിയത്തില്ല, എനിക്ക് തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നി തുടങ്ങി ഇങ്ങനെ ഇരുന്നാൽ ശരിയാവത്തില്ല, നമ്മൾ നെഗറ്റീവായിട്ട് ഇരിക്കുക അല്ലെങ്കിൽ ഡീമോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് നന്നായിട്ട് മുന്നോട്ട് പോകത്തില്ല, അത് ചുറ്റുമുള്ളവർക്കും പ്രശ്നമാണ്, നമ്മുടെ ഫാമിലി ലൈഫിനെ അത് ബാധിക്കുമെന്ന്. അങ്ങനെ എങ്ങനെയോ ഞാൻ തന്നെ സെൽഫ് മോട്ടിവേഷനെ കുറിച്ച് അറിയാൻ ശ്രമിക്കുകയും മാക്സിമം, അതായത് നമ്മളെ തന്നെ നമ്മൾ ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള രീതിക്ക് മാറുകയും ചെയ്തു. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോബ്ലംസും ടഫ് സിറ്റുവേഷൻസൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്യാറെന്ന്. പ്രോബ്ലംസൊക്കെ വരുമ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കരമായിട്ട് കരയും, എനിക്ക് എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യണമെന്ന് പോലും അറിയത്തില്ല കേട്ടോ. ഞാൻ ഒരു കാര്യങ്ങളും ഞാൻ അങ്ങനെ വീട്ടുകാരെ വിളിച്ച് പറഞ്ഞ് അങ്ങനെ ബുദ്ധിമുട്ടിക്കാറില്ല. അവരോടൊന്നും എൻ്റെ വിഷമങ്ങൾ അങ്ങനെയൊന്നും ഞാൻ ഷെയർ ചെയ്യാറില്ല. ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ സങ്കടങ്ങൾ പറയുന്നത് എൻ്റെ ഫ്രണ്ട്സിനോടാണ്. ഒരുപാട് ബെസ്റ്റ് ഫ്രണ്ട്സൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ ആയപ്പോഴത്തേക്കും അവരുടെ തിരക്ക് കാരണവും അവർക്ക് ഒന്നിനും ടൈമില്ലാതെ, അതായത് എല്ലാവരും ലൈഫിൽ ബിസിയായി തുടങ്ങുന്നൊരു സ്റ്റേജ് എത്തുമല്ലോ. അപ്പോൾ ആ ഒരു ടൈമായപ്പോൾ ഞാൻ ആകെ അങ്ങോട്ട് ഒറ്റപ്പെട്ടതുപോലെ തോന്നിയപ്പോൾ ഞാൻ തന്നെ മനസ്സിലാക്കി എൻ്റെ പ്രോബ്ലംസിന് സൊല്യൂഷൻസ് ഞാൻ തന്നെ കണ്ടെത്തിയേ പറ്റുള്ളൂ. അതായത് മറ്റൊരാളല്ല നമ്മുടെ ലൈഫിൽ നമുക്ക് എപ്പോഴും നമ്മളിങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ആൾ കാണത്തില്ല എന്ന് മനസ്സിലായി. അങ്ങനെ പിന്നെ ഞാൻ സ്വയം എന്നെ തന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും മാക്സിമം ഞാൻ പ്രോബ്ലംസിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഓരോ സമയവും പ്രോബ്ലംസ് വരുന്ന സമയത്ത് ഞാൻ മുന്നേയൊക്കെ ആണെങ്കിൽ എനിക്ക് കുറച്ച് ദേഷ്യം കൂടുതലും കൂടി ഉള്ളൊരു ടൈം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിട്ട് വഴക്കടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോഴൊക്കെ ആണെങ്കിൽ അങ്ങനെയല്ല, പ്രോബ്ലംസ് വരാൻ പോവുകയാണെന്ന് അറിയുമ്പോൾ തന്നെ പെട്ടെന്ന് അങ്ങോട്ട് സൈലൻ്റ് ആവും. മാക്സിമം ഞാൻ സംസാരിക്കാതിരിക്കും.
എൻ്റെ മാക്സിമം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലക എന്നൊക്കെ പറയത്തില്ല, അത്രയ്ക്കും. പിന്നെ നമുക്കറിയാമല്ലോ, ഒരു പ്രശ്നം ഉണ്ടാകാനായിട്ട് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മൾ ഒരിക്കലും അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ തന്നെ നമ്മൾ നിൽക്കാനായിട്ട് പാടില്ല. അങ്ങനെയൊക്കെ കുറേ ഞാൻ പഠിച്ചു. അത് എനിക്ക് എൻ്റെ അച്ഛനാണ് കൂടുതൽ കാര്യങ്ങൾ ഇതൊക്കെ പണ്ടേ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുന്നൊരു സിറ്റുവേഷൻ എത്തിയപ്പോഴത്തേക്കും ഞാൻ അതൊക്കെ മറന്നുപോയി. പിന്നെ ഞാൻ ആരും ഇല്ലാത്തൊരു സിറ്റുവേഷൻ എത്തുമ്പോഴത്തേക്കും നമുക്ക് ഈശ്വരൻ നമ്മുടെ കൂടെ കാണുമെന്നൊക്കെ പറയത്തില്ലേ, അങ്ങനത്തെയൊക്കെ ഒരു അവസ്ഥയൊക്കെ എനിക്ക് ഉണ്ടായപ്പോൾ ഞാൻ കൂടുതൽ ദൈവത്തെ വിശ്വസിക്കാൻ തുടങ്ങി. ദൈവകാര്യങ്ങളിലോട്ട് അങ്ങനെ ഒക്കെ ചെയ്യും. അതുപോലെ തന്നെ യൂട്യൂബിൽ ഒരുപാട് മോട്ടിവേഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണും. അതായത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രോബ്ലംസ് വരുന്ന കാര്യങ്ങൾ ചുറ്റിനും നടക്കുന്നു എന്ന് കാണുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും യൂട്യൂബിനെ തന്നെയാണ് കേട്ടോ. നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ വീട്ടുകാരോ അല്ലെങ്കിൽ ഹസ്ബൻഡ്, ഇപ്പോൾ ആരാണെങ്കിലും പലരും പല തിരക്കുകളിലായിരിക്കുമല്ലോ. നമ്മുടെ പ്രശ്നങ്ങൾ എല്ലാവർക്കും എപ്പോഴും കേൾക്കാനായിട്ട് പറ്റില്ലല്ലോ. ആ ഒരു സമയത്ത് ഞാൻ ഇതുപോലുള്ള കാര്യങ്ങളിലോട്ട് തിരിയും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ബുക്ക് വായന എന്ന് പറയുന്നൊരു സംഭവം എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് വിഷമം അങ്ങ് സഹിക്കാൻ വയ്യാത്തൊരു സാഹചര്യമൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ പോയിട്ട് സൈലൻ്റായിട്ട് കുറച്ച് നേരം ഇരിക്കും. പിന്നെ ബുക്സൊക്കെ ഉണ്ടെങ്കിൽ അത് വായിക്കും. പിന്നെ കൂടുതലും മോട്ടിവേഷൻ വീഡിയോ കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ, അതായത് ഒരു വഴക്കോ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയമാണെങ്കിൽ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം സൈലൻ്റായിട്ട് ഇരിക്കുക. ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മൾ പോയി കിടന്ന് ഉറങ്ങുക കേട്ടോ. നമുക്ക് അത് കൂടുതൽ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. നന്നായിട്ട് നമ്മൾ കിടന്നങ്ങോട്ട് ഉറങ്ങുക. അത് എല്ലാവരെ കൊണ്ടും പറ്റുമെന്ന് അറിയത്തില്ല, അങ്ങനെയാണ് എൻ്റെ ഒരിത്. പിന്നെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും കൺസിസ്റ്റൻ്റായി ചെയ്യാൻ പറ്റാറുണ്ടോ? വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാൻ മാക്സിമം ചിട്ടയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. പിന്നെ കൺസിസ്റ്റൻ്റായിട്ട് നമ്മുടെ മനുഷ്യരുടെ കാര്യമല്ലേ, പറയാൻ പറ്റില്ല. ഓരോ സാഹചര്യവും നമുക്ക് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ മോളൊക്കെ ചെറുതായിരുന്ന സമയത്താണെങ്കിൽ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ എപ്പോഴും അവൾക്കിങ്ങനെ വീസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ശ്വാസം മുട്ടലൊക്കെ. അപ്പോൾ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയി വരുമ്പോഴത്തേക്കും എനിക്ക് നോക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് മോൾക്ക് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യുമായിരുന്നു. പിന്നെ എന്തായാലും എന്നെ അങ്ങനെ വഴക്ക് പറയാനോ അല്ലെങ്കിൽ അത് ചെയ്യുന്നു പറയാനായിട്ടും അങ്ങനെ ദൈവം സഹായിച്ച് ഹസ്ബൻഡിൻ്റെ വീട്ടുകാരൊന്നും അങ്ങനെയൊന്നും പ്രശ്നമൊന്നും ഉണ്ടാക്കാറില്ലായിരുന്നു. അതുകൊണ്ട് മാക്സിമം ഞാൻ എൻ്റെ മോളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് സമയം ചിലവഴിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലെ മറ്റുള്ള കാര്യങ്ങൾ. അതിപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. എനിക്ക് പറ്റുന്നില്ല അല്ലെങ്കിൽ എൻ്റെ സാഹചര്യങ്ങൾ എനിക്ക് അനുവദിക്കുന്നില്ലെങ്കിൽ ഞാൻ കുറച്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് ഞാൻ റെസ്റ്റ് എടുക്കും, വീട്ടിലെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ. പിന്നെ നമുക്ക് ആഹാരം ഉണ്ടാക്കുന്ന കാര്യങ്ങളോ മറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പുറത്തുനിന്നൊക്കെ മേടിക്കും. ഹസ്ബൻഡ് പുറത്തുനിന്നൊക്കെ വാങ്ങിത്തരുകയൊക്കെ ചെയ്യും, ഫുഡ് ഉണ്ടാക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയൊക്കെ ആണെങ്കിലൊക്കെ. അപ്പോൾ ഇതാണ് ഐശ്വര്യ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഹൗ ഡു യു സീ ഫ്രം നൗ ഓൺ യുവർ മൈൽ സ്റ്റോൺ യൂട്യൂബ് ജേണി? അതായത് എൻ്റെ യൂട്യൂബ് ജേണി മൈൽ സ്റ്റോൺ ഞാൻ എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്ന്. ശരിക്കും യൂട്യൂബിൽ എനിക്ക് സക്സസ് ആവണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ്. പണത്തിന് വേണ്ടിയിട്ടോ പേരിനോ പ്രശസ്തിക്കോ അതിനൊന്നും വേണ്ടിയിട്ടല്ല കേട്ടോ. എന്നെപ്പോലെ വീട്ടിൽ ഒതുങ്ങി കൂടുന്ന കുറച്ച് വീട്ടമ്മമാരെങ്കിലും കാണുമല്ലോ. അപ്പോൾ അവർക്ക് ഞാനൊരു മോട്ടിവേഷൻ ആവണം, അല്ലെങ്കിൽ എൻ്റെ വാക്കുകൾ അവർക്കൊരു ആശ്വാസം പകരണം എന്നാണ് ഞാൻ ചിന്തിക്കാറുള്ളത് എപ്പോഴും. ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയുമ്പോഴത്തേക്കും യൂട്യൂബ് എന്ന് പറയുന്നൊരു ഫീൽഡ് വളരെ വലിയൊരു ഫീൽഡാണ്. കാരണം അതൊരു സോഷ്യൽ മീഡിയ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ മനസ്സിലൊരു ഡ്രീമുണ്ട്. അപ്പോൾ അത് എന്താണെന്നുള്ളത് അത് നടന്നതിന് ശേഷം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെന്തായാലും സീക്രട്ടായിട്ട് ഇരിക്കട്ടെ അല്ലേ. നമുക്ക് ചില കാര്യങ്ങൾ നമുക്കങ്ങനെ സീക്രട്ടായിട്ട് വയ്ക്കാനായിട്ട് തോന്നത്തില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പോലും പറഞ്ഞിട്ടില്ലാത്ത കാര്യമാണ്. അതെനിക്ക് മാത്രം അറിയാമെന്നുള്ള എൻ്റെ ഒരു ഡ്രീമാണ്. ഞാനത് അച്ചീവ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും അന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ് എന്നുള്ളത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീദേവി എന്ന് പറഞ്ഞിട്ട് അക്കൗണ്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത്. പുള്ളിക്കാരി എനിക്ക് എപ്പോഴും കമൻ്റ് ഇടുന്ന ആളാണ് കേട്ടോ. നമ്മുടെ ഫസ്റ്റ് കുക്കിംഗ് ചാനലുള്ള സമയം മുതലേ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ഭയങ്കര സപ്പോർട്ടാണ്, എപ്പോഴും പറയാറുണ്ട് ഭയങ്കര മോട്ടിവേഷനാണ് എൻ്റെ വീഡിയോസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളിക്കാരി എന്നോട് ചോദിച്ചിരിക്കുന്നത് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി ഒരു 6 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 5 വേറെ ലിസ്റ്റിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം മുതലേ വായിക്കാം.
ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആതിരയെക്കുറിച്ച് ഒരു സെൽഫ് ഇൻട്രോ പറയുമോ, ലൈക്ക് യുവർ നെയിം, ഹോം ടൗൺ എക്സെട്ര. അപ്പോൾ എന്നെക്കുറിച്ചൊരു സെൽഫ് ഇൻട്രോ എന്ന് പറയുന്നത് എൻ്റെ പേര് ആതിര എന്നാണ്. ഞാൻ നാട്ടിൽ ട്രിവാൻഡ്രത്തിലാണ് താമസിച്ചിരുന്നത്. കല്യാണം കഴിച്ച് കൊണ്ടുവന്നേക്കുന്നത് ചെന്നൈയിലാണ്. അപ്പോൾ ഹസ്ബൻഡ് ഇവിടെ ചെന്നൈയിൽ സെറ്റിൽഡാണ്. ഹസ്ബൻഡിന് നാട്ടിൽ വീടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ചെന്നൈയിലാണ് താമസിക്കുന്നത്. പിന്നെ എനിക്കൊരു മോളാണുള്ളത്. ഹസ്ബൻഡിൻ്റെ പേര് വിമൽ എന്നാണ്, മോളുടെ പേര് ആത്മിക, 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പിന്നെ ഹസ്ബൻഡിൻ്റെ അമ്മയില്ല. പിന്നെ ഹസ്ബൻഡിൻ്റെ അനിയനും വൈഫും നമ്മുടെ കൂടെ തന്നെയാണ് താമസം. അവരൊക്കെ താഴത്തെ വീട്ടിൽ താമസിക്കുന്നു, ഞങ്ങൾ മേലെയാണ്. പിന്നെ ഹസ്ബൻഡിൻ്റെ അച്ഛനും ഞങ്ങളോടൊപ്പമാണ് താമസിക്കുന്നത്. ഇത്രയാണ് എന്നെക്കുറിച്ചൊരു സെൽഫ് ഇൻട്രോ. പിന്നെ രണ്ടാമത് ചോദിച്ചേക്കുന്നത് ശ്രീദേവി എന്ന് പറയുന്ന പുള്ളിക്കാരിയാണ് ചോദിച്ചേക്കുന്നത്, ഹസ്ബൻഡായി വഴക്ക് കൂടാറുണ്ടോ, എങ്കിൽ എങ്ങനെയാണ് അത് സോൾവ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഹസ്ബൻഡുമായിട്ട് വഴക്ക് കൂടാറുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, ഒരു വർഷം മുന്നേ അല്ലെങ്കിൽ ഒരു 2 വർഷം മുന്നേ വരെയൊക്കെ ഭയങ്കരമായിട്ട് എപ്പോഴും വഴക്കടിക്കുമായിരുന്നു കേട്ടോ. അത് എപ്പോഴും എൻ്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് തന്നെയാണ് എപ്പോഴും അത് സംഭവിക്കാറുള്ളത്. കാരണം എനിക്ക് ഒരല്പം ദേഷ്യം കൂടുതലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, കുറച്ച് ദേഷ്യം കൂടുതൽ ഉള്ള കാരണം കൊണ്ട് പുള്ളി എന്തെങ്കിലും തമാശ പറഞ്ഞാലും ഞാനത് സീരിയസ് ആയിട്ട് എടുക്കുകയും ഭയങ്കരമായിട്ട് എനിക്ക് അങ്ങോട്ട് ദേഷ്യം വരും. അങ്ങനെ പിന്നെ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുമായിരുന്നു. അതിലേറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത് ഞാൻ തന്നെ ആയിരിക്കും. ഞാനാണ് ലീഡ് ചെയ്ത് പോകുന്നത്. അവസാനം സോൾവ് ചെയ്യാനായിട്ട് ഹസ്ബൻഡ് തന്നെയാണ് വരുന്നത് കേട്ടോ. ഇതുവരെയും എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ 9 വർഷം ആവാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയും നാൾ ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായപ്പോഴൊക്കെ ഹസ്ബൻഡാണ് വന്നത് സോൾവ് ചെയ്തിട്ടുള്ളത്. ശരിക്കും എൻ്റെ ഒരു മോശം സ്വഭാവമാണ്. ഞാൻ എപ്പോഴും അത് വിചാരിക്കും, എനിക്ക് അങ്ങോട്ട് പോയി സോൾവ് ചെയ്യണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ്, പക്ഷേ പറ്റാറില്ല എന്നുള്ളതാണ് സത്യം. അത് എനിക്ക് തന്നെ എന്നിൽ ഇഷ്ടപ്പെടാത്തൊരു സ്വഭാവമാണ്. അപ്പോൾ പുള്ളി ഭയങ്കര ഡൗൺ ടു എർത്താണ്. അങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് എന്നെ സോൾവ് ചെയ്യാറുണ്ട്. ഒരുപാട് നേരം അങ്ങനെ പിണങ്ങിയിരിക്കുന്ന ആളല്ല. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഒരുപാട് നേരം, എത്ര ദിവസം, വർഷങ്ങളോളം, മാസങ്ങളോളം വേണമെങ്കിലും പിണങ്ങിയൊക്കെ ഇരിക്കുന്ന അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് സോൾവ് ചെയ്യുന്നത് ഹസ്ബൻഡാണ്. പിന്നെ ഞാനാണെങ്കിൽ മാക്സിമം ഞാൻ സൈലൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. വഴക്ക് ഉണ്ടാകുന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ തന്നെ അതിൽ നിന്ന് മാറി എൻ്റെ കാര്യങ്ങളിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അങ്ങനെ അങ്ങ് പോകും. ഇതിന് മുന്നേ ഈ യൂട്യൂബൊക്കെ ചെയ്യുന്നതിന് മുന്നേ ആണ് കേട്ടോ ഒരുപാട് വഴക്ക് നടക്കുന്നത്. കാരണം അപ്പോഴൊന്നും നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മളിങ്ങനെ വീട്ടിൽ തന്നെ ചുമ്മാതിരിക്കുകയാണ്, വേറെ ജോലിക്കൊന്നും പോകുന്നില്ല. അപ്പോൾ നമുക്കിങ്ങനെ പല രീതിയിലുള്ള ഒറ്റയ്ക്കിരുന്നിരുന്ന് ബോറടിക്കുകയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്നപ്പോൾ പിന്നെ നമ്മുടെ പ്രായത്തിൻ്റേതായ പക്വതയില്ലായ്മയും കാര്യങ്ങളൊക്കെ കൊണ്ട് ചെറിയ കാര്യങ്ങൾക്ക് പോലും വഴക്കുകൾ ഉണ്ടാവാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഞാൻ എന്നെ തന്നെ ബിസിയാക്കി വെച്ചേക്കുന്നതാണ് മനഃപൂർവ്വമായിട്ട്. ഇപ്പോൾ ഈ യൂട്യൂബ് എന്ന് പറയുന്ന ഫീൽഡിലോട്ട് ഞാൻ വന്നതിന് ശേഷം മാക്സിമം ഞാൻ എൻ്റെ വീട്ടുകാര്യങ്ങളും മോളുടെ കാര്യം, ഹസ്ബൻഡിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ പോയിട്ട് വീഡിയോ എഡിറ്റിങ്ങും വീഡിയോ ക്രിയേറ്റ് ചെയ്യലും അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ഭയങ്കര ബിസി ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അങ്ങനെ വഴക്ക് നടക്കാറില്ല എന്ന് വേണമെങ്കിൽ പറയാം. മാക്സിമം വഴക്കുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറാറാണുള്ളത്. അടുത്ത് മൂന്നാമതായിട്ട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ, ആതിരയുടെ ഡ്രീം എന്താണെന്നാണ്. എൻ്റെ ഡ്രീം എന്ന് പറയുന്നത്, എനിക്ക് കുറേ ഡ്രീംസ് ഉണ്ട്. അതിൽ ഏകദേശം ഡ്രീമും ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ നടന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്നത് ഫാമിലി ആയിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അതെൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീമാണ്. വേറെ ഒന്നും ഞാൻ വലുതായിട്ടൊന്നും ആഗ്രഹിക്കുന്നില്ല കേട്ടോ. കാരണം ആയുസ്സും ആരോഗ്യവും ഒക്കെ നല്ല രീതിയിൽ ഉണ്ടാവണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ നാലാമതായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എപ്പോഴും പോസിറ്റീവ് ആൻഡ് മോട്ടിവേറ്റഡ് ആയിട്ടാണോ ഇരിക്കുന്നത്, നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണല്ലോ നമ്മുടെ ഐശ്വര്യയും ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതേ ആൻസർ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇനിയിപ്പോൾ വിശദമായിട്ടൊന്നും പറയുന്നില്ല. എപ്പോഴും പോസിറ്റീവ് മോട്ടിവേറ്റഡ് ആയിട്ടൊന്നും അല്ല കേട്ടോ ഇരിക്കുന്നത്. അങ്ങനെയൊന്നും നമുക്ക് എപ്പോഴും ഇരിക്കാൻ പറ്റില്ലല്ലോ. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കും. മാക്സിമം പോസിറ്റീവായിട്ട് ഇരിക്കാനും മോട്ടിവേഷനോടെ ഇരിക്കാനുമാണ് ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ ചുറ്റുമുള്ളവരെ ആണെങ്കിലും ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും ഒക്കെ മാക്സിമം മോട്ടിവേറ്റ് ചെയ്യാറാണ് ഞാനുള്ളത്. എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഡീമോട്ടിവേഷനോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ തോന്നുവാണെങ്കിൽ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് സൈലൻ്റ് ആവും. ആരോടും ഞാൻ സംസാരിക്കാനായിട്ട് പോകാറില്ല. ഇപ്പോൾ അതാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ എൻ്റേതായ കുറച്ച് സമയം ഞാൻ എടുത്ത് റിലാക്സ് ചെയ്തിട്ട്
പിന്നെയാണ് ഞാൻ അങ്ങോട്ട് ആക്റ്റീവ് ആവുള്ളൂ. കാരണം നമ്മൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ മറ്റുള്ളവരെ കൂടി പറഞ്ഞ് നെഗറ്റീവ് ആക്കുകയും അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു നെഗറ്റീവ് തോട്ട്സ് മറ്റുള്ളവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നേക്കാളും നല്ലത് നമ്മൾ സൈലൻ്റായിട്ട് ഇരിക്കുന്നതല്ലേ. മാക്സിമം വീഡിയോസ് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങളിൽ ബിസി ആയിട്ടിരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും 4 ക്വസ്റ്റ്യൻസാണ് ഞാനിപ്പോൾ വായിച്ചിട്ടുള്ളത്. ബാലൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും അടുത്ത വീഡിയോയിൽ വായിക്കാം കേട്ടോ. നമ്മുടെ ഈ ഒരു വീഡിയോ തീർന്നു പോയി, അതുകൊണ്ട് എന്തായാലും അടുത്ത വീഡിയോയിൽ ബാലൻസ് ഉള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സൊക്കെ നമുക്ക് സംസാരിക്കാം. 2 പാർട്ടായിട്ടായിരിക്കും എനിക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് തോന്നുന്നു. ഞാൻ ഓർത്തത് ഒരു വീഡിയോയിൽ തന്നെ എല്ലാം പറഞ്ഞു തീർക്കാമെന്നാണ്, പക്ഷേ എൻ്റെ ആൻസേഴ്സ് ഇത്തിരി വലുതായി പോയ കാരണം കൊണ്ട് നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് ബാലൻസ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് വായിക്കാം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ നമുക്ക് Q&A തന്നെയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.